ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ തന്നെ ചാക്കും സിമെൻറ്റും മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു പോണ്ടാണ്. ചെറിയൊരു വാട്ടർഫോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട കല്ലുകളൊക്കെ നമ്മൾ വീടിനടുത്തുള്ള തോട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിമെൻറ്റ് മേടിക്കുന്ന പൈസ മാത്രമാണ് ഇതിനകത്ത് ചിലവായിട്ടുള്ളൂ, പിന്നെ ചാക്കിൻ്റെ പൈസ. അപ്പോൾ നല്ല എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇങ്ങനത്തെ പോണ്ടുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ഷെയറൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പോണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം പോണ്ടിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. പിന്നെ നമ്മൾ പോണ്ടിന് വേണ്ടിയിട്ട് കുഴിയെടുക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമ്മൾ പോണ്ട് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫേസ് ഇതാണ്. കാരണം ഇതിൽ നമ്മൾ കുറച്ചധികം നല്ല അധ്വാനം വേണം. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം നല്ല അവശതയായിട്ടുണ്ടാവും. നമ്മൾ പോകേണ്ട എത്ര ആഴത്തിലാണോ വേണ്ട അത്ര ആഴത്തിൽ കുഴിച്ചതിനകത്ത് മണ്ണെല്ലാം നീക്കം ചെയ്ത് എന്തെങ്കിലും മരത്തിൻ്റെ വേരുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം കട്ട് ചെയ്ത് മാറ്റി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ ചാക്കാണ് കീറിയെടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ചാക്കാണ് കേട്ടോ. ഒരു ചാക്കിന് 25 രൂപയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചാക്കുകൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കണം. നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതിനെ 2 പീസായിട്ട് മാറ്റണം. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ ലില്ലിക്കുട്ടിയും കൂടിയിട്ടുണ്ട് കേട്ടോ. പോണ്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ വീഡിയോയും കൂടി പിടിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും വന്നും പോയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാക്കെല്ലാം ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മളുടെ ഈ പോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ 6 ചാക്കും പിന്നെ 25 കിലോ സിമെൻറ്റും ആണ് കേട്ടോ വാങ്ങിച്ചിരുന്നത്. പിന്നെ നമ്മൾ ആ ചാക്ക് കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം, എങ്ങനെയാണ് നമ്മളുടെ പോണ്ടിനെല്ലാം ഓക്കെയാണോ, എത്ര എണ്ണം വേണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കാം. ഇതേപോലെ തന്നെ നമ്മളത് അറേഞ്ച് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കി വെക്കണം. ഇനി നമുക്ക് നമ്മളുടെ സിമെൻറ്റ് എടുത്തിട്ട് നല്ലപോലെ വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായിട്ടും അതുപോലെ ഒരുപാട് തിക്കായിട്ടും ഇരിക്കരുത്. നമ്മൾ ദോശ ബാറ്ററിൻ്റെ ഒക്കെ ഒരു പരുവം ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു പരുവത്തിന് വേണം അത് കലക്കിയെടുക്കാനായിട്ട്. വല്ലാണ്ട് തിക്കായി പോയാലും പ്രശ്നമാണ്, ലൂസായാലും പ്രശ്നമാണ് കേട്ടോ. നമ്മൾ സിമെൻറ്റ് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചാക്കുണ്ടല്ലോ അത് ഓരോന്നായിട്ട് വേണം ചെയ്യാൻ. അപ്പം ഞാനിപ്പോൾ ഇവിടെ സിമെൻറ്റിൽ മുക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് മുക്കുക. ആ ചാക്കിൻ്റെ എല്ലാ ഏരിയയിലും സിമെൻറ്റ് നന്നായിട്ട് കവറാണ്. ചാക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ടാവും, അതെല്ലാം ഈ സിമെൻറ്റ് വന്നിട്ട് അടയണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് സിമെൻറ്റിൻ്റെ ആ ഒരു ഇതിനകത്ത് മുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്തില്ല അതേ ഓർഡറിൽ തന്നെ ഇത് അറേഞ്ച് ചെയ്യുക. ആ ഓർഡർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പിന്നെ എളുപ്പമുണ്ടാവും. നമ്മളിത് ചാക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ പതിപ്പിച്ച് കൊടുക്കണം. കാരണം ആ ഒരു മണ്ണിൻ്റെ ആ ലെയറിനും ചാക്കിൻ്റെ ഇടയ്ക്കും ഗ്യാപ്പ് വരാൻ പാടില്ല. അങ്ങനെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിനകത്തേക്ക് എന്തെങ്കിലും വീഴുമോ അല്ലെങ്കിൽ നമ്മൾ അതിനുള്ളിൽ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ലെയർ സിമെൻറ്റിൻ്റെ ലെയർ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അടിച്ചുറപ്പിക്കുക കേട്ടോ. മണ്ണിനോട് നന്നായി യോജിച്ചിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ സിമെൻറ്റിൽ പണിയുന്ന സമയത്ത് എപ്പോഴും നല്ല 2 ഗ്ലൗസ് യൂസ് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കൈ വല്ലാണ്ട് സിമെൻറ്റിൻ്റെ ഇതുകൊണ്ട് പൊള്ളിപ്പോവും. അപ്പോൾ ഗ്ലൗസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചാക്കും കൂടെ ഇതുപോലെ തന്നെ സിമെൻറ്റ് ഗ്രൗട്ടിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് പോണ്ടിലേക്ക്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും കരയിലേക്ക് കുറച്ച് കയറ്റിയിട്ട് വെക്കുക കേട്ടോ, പോണ്ടിൻ്റെ മേലേക്ക്. അതുപോലെ നന്നായിട്ട് അടിച്ചുറപ്പിക്കുക, ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അടിച്ചുറപ്പിച്ച് വെക്കുക. ആദ്യം സെറ്റ് ചെയ്ത് അതേ ഓർഡറിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ സിമെൻറ്റ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഇതേപോലെ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ആ ഗ്രൗട്ടൊന്നും ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഫില്ലായിട്ട് പൊക്കോളും. അപ്പോൾ നമ്മളിതാ ഇവിടെ ഏകദേശം ഫിനിഷ് ആവാറായിട്ടുണ്ട് പോണ്ടിൻ്റെ പണികൾ. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ പോണ്ടിൻ്റെ പണി ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.
അപ്പോൾ ഇത് ഒരു ദിവസം ഉണങ്ങി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ രാവിലെ വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. വെള്ളം നിറച്ചിട്ട് അതുപോലെ നമ്മുടെ സിമെൻറ്റിൻ്റെ പുളിപ്പൊക്കെ നമുക്കൊന്ന് പോകണം. അപ്പോൾ ഒരു 3-4 ദിവസം ഇതുപോലെ വെള്ളം നിറച്ചിടണം. അപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിക്കുക, പിറ്റേ ദിവസം രാവിലെ അത് മാറ്റിയിട്ട് വീണ്ടും വെള്ളം ഒഴിക്കുക. അങ്ങനെ ഒരു 4 ദിവസം വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ വെള്ളം വറ്റിച്ചിട്ട് പോണ്ട് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മീനുകളായാലും അതുപോലെ ആമ്പലം അങ്ങനെയുള്ളതൊക്കെ ഇടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആമ്പല ചെടികളൊക്കെ ആണെങ്കിൽ നശിച്ച് പോകും, അതുപോലെ മീനാണെന്നുണ്ടെങ്കിൽ ചത്തൊക്കെ പോകും. അപ്പോൾ സിമെൻറ്റിൻ്റെ പുളിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അടുത്തായിട്ട് നമുക്ക് പോണ്ടിൻ്റെ ചുറ്റും ബോർഡർ ചെയ്യണം. കല്ലുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വാട്ടർഫോൾ സെറ്റ് ചെയ്യണം. അപ്പോൾ വാട്ടർഫോളിൻ്റെ സെറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കല്ലുകളൊക്കെ വെച്ചിട്ട് സൈഡിലും അതുപോലെ പോണ്ടിൻ്റെ ചുറ്റുമൊക്കെ ബോർഡറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിമെൻറ്റ് വെച്ചിട്ട് ഈ കല്ലുകളെല്ലാം അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കല്ലുകൾ ഇളകിപ്പോരും. പിന്നെ അതുപോലെ പുറത്തുനിന്നുള്ള മണ്ണൊക്കെ പോണ്ടിനകത്തിട്ട് വരും. പിന്നെ വാട്ടർഫോളിൻ്റെ സൈഡിൽ കല്ലുകൾ വെച്ചിട്ട് സിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വെള്ളം സൈഡിലേക്കൊന്നും പോകാതെ നേരെ താഴെ പോണ്ടിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ പോണ്ടിലേക്ക് ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ആ ട്യൂബിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ മോട്ടർ ഫിറ്റ് ചെയ്യേണ്ടാവുക. ആ ട്യൂബിൽ കൂടെ ട്യൂബ് ഇങ്ങനെ പോണ്ടിൻ്റെ സൈഡിൽ കൂടെ കാണാത്ത രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ട്യൂബിൽ കൂടെ ആവും വെള്ളം വരിക. ഈ വെള്ളം വന്നിട്ട് നമ്മൾ വാട്ടർഫോളിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊരു കലത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കലത്തിൻ്റെ ചട്ടിയല്ല കേട്ടോ, കല്ലിൻ്റെ ചട്ടി. അപ്പോൾ ആ കല്ലിൻ്റെ ചട്ടിയിൽ കുറച്ച് ചെടികളും മെറ്റിലും പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞാൻ ഈ ട്യൂബ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോണ്ടിന് വെള്ളം വന്ന് ഈ ചട്ടിയിലേക്ക് വരും. ചട്ടി നിറഞ്ഞിട്ട് താഴേക്ക് ഒഴുകും. ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് വേറെ ഐഡിയാസൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു മോട്ടറൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, എന്നാലും വാട്ടർഫോൾ കറക്റ്റായിട്ട് താഴേക്ക് തന്നെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചട്ടിയിലേക്ക് ജസ്റ്റ് ഒരു പൈപ്പിൽ നിന്ന് വെള്ളം അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ വാട്ടർഫോളിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതായത് അതിനൊരു നാച്ചുറൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പായൽ, ഈ പച്ച പായലുണ്ടല്ലോ, കൊക്കോഡാമയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പായൽ, ആ പായലും പിന്നെ കുറച്ചിങ്ങനെ കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ വളരുന്ന ചെറിയ ചെറിയ ചെടികളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. നാച്ചുറൽ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്താൽ നന്നായിട്ടിരിക്കും. അപ്പം നമ്മളുടെ പോണ്ടിലുണ്ടായിരുന്ന ചെളികളൊക്കെ കഴുകി കളഞ്ഞ് വെള്ളം വറ്റിച്ച് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പോണ്ടിൽ വെള്ളം ഫില്ല് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 3 ദിവസമല്ല 4 ദിവസം വെള്ളം നിറച്ചിട്ടിട്ട് 5ാമത്തെ ദിവസമാണ് പോണ്ടിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യണത്. അപ്പോൾ കുറച്ച് പെബിൾസൊക്കെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ, ഈ അക്വേറിയത്തിലൊക്കെ യൂസ് ചെയ്യുന്ന വെള്ള കളറിലും നീല കളറിലൊക്കെ ഉള്ള. അപ്പോൾ അതും കൂടെ നമ്മളുടെ വാട്ടർഫോളിലും അതുപോലെ പോണ്ടിലൊക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കണമെന്നേ ഉള്ളൂ. ഇതാ ഈ കാണുന്ന കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സമ്മറൈസബിൾ വാട്ടർ പമ്പ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഇത് വെള്ളത്തിനകത്താണ് നമ്മൾ വെക്കുന്നത്. ഇതിൻ്റെ പൈപ്പും ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വലിയ റേറ്റ് ഒന്നും ഇല്ല അതിന് കേട്ടോ, 300 രൂപ താഴെ വരുന്നുള്ളൂ. അപ്പോൾ അതാ ഞാൻ പമ്പ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്തിട്ടുണ്ട് വയറിലോട്ട്. അപ്പം സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ പൈപ്പ് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ എൻഡ് വന്നിട്ട് നമുക്ക് ഈ പമ്പിലേക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ പോണ്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞു ഫിഷൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതായത് ഗപ്പി പോലത്തെ മീനുകളൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. വലിയ മീനുകൾ വേണമെങ്കിൽ അതിനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.